നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇന്ന് അതിൻ്റെ ബാക്കി തന്നെ കുറച്ചുകൂടി തെറ്റിദ്ധാരണകൾ നമുക്ക് മാർക്കറ്റിൽ കാണാറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് ഈ NAV എന്ന് പറയുന്നത്, നെറ്റ് അസറ്റ് വാല്യൂ ഞാൻ എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചിട്ട് ചില ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം ഇൻ കേസ് മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ പറയും, അയ്യോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരു 500 രൂപ കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NAV ട്രാക്ക് ചെയ്യുന്നത് ഡെയിലി വേണോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് ഒരു ഗോൾ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു വിഷൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെടി നടുന്നത് പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് വേണേൽ പറയാം. അത് എല്ലാ ദിവസവും നമ്മൾ നട്ട ശേഷം ഓരോ ദിവസവും അത് പൊക്കി നോക്കിയാൽ അതിന് വേര് ഒരു കാലത്തും വരില്ല, അല്ലെങ്കിൽ വേര് വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനെ നിങ്ങളൊന്ന് വളരാൻ വേണ്ടി ഒരു സമയം കൊടുക്കുക. ആകെ ചെയ്യേണ്ട രണ്ട് കാര്യം, നമ്മൾ ചെടിക്കാണെങ്കിൽ വെള്ളവും വളവും ഇടുന്നു എന്ന് പറയുന്നത് പോലെ ഇതിനാകെ ഒരൊറ്റൊരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, ആകെ കൂടിയിട്ട് അതിനൊന്ന് വെയിറ്റ് ചെയ്യുക. സോ ആ വെയിറ്റ് ചെയ്യുന്നൊരു സമയം നിങ്ങൾക്ക് കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് അവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിൽ കാണാൻ പറ്റും. ഇനി അടുത്തൊരു വലിയൊരു ഡൗട്ടാണ് പല ആൾക്കാർക്കും. കാരണം നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പരസ്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നൊരു അവസാനത്തെ കുറച്ച് വാചകങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഡിക്ലറേഷൻ നമുക്കവിടെ കാണാൻ പറ്റും. കറക്റ്റാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ ഫണ്ടുകൾക്കും ഈ റിസ്ക് ഇല്ല. അതായത് ഇക്വിറ്റി, അതായത് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന മാർക്കറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ മാത്രമേ നിങ്ങൾക്ക് റിസ്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ നിങ്ങളെ ബാധിക്കുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഡെപ്റ്റ് ഫണ്ടുകൾ, അങ്ങനെയുള്ള ഫണ്ടുകളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ റിസ്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല. നിങ്ങൾക്ക് FD ഇടുന്നതിന് ബദലായിട്ട് FDയേക്കാൾ ചെറിയൊരു ശതമാനം കൂടുതൽ ഗ്യാരണ്ടീഡായി കിട്ടുന്ന പ്ലാൻസ് പോലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള എന്താ പറയുക ഫണ്ടുകളും ഉണ്ട്. സോ എല്ലാ ഫണ്ടുകളും റിസ്കി അല്ല എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യമാണ്, എനിക്ക് മാർക്കറ്റിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല, ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, അല്ലെങ്കിൽ ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റിയിട്ട് BSEനെ പറ്റിയിട്ടോ NSEനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇൻഡെക്സ് ഫണ്ടുകളെ പറ്റിയിട്ടോ ഇൻഡെക്സിനെ പറ്റിയിട്ടോ ഒന്നും ധാരണയില്ല എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ മാർക്കറ്റ് പറഞ്ഞ കാര്യമല്ല, പക്ഷേ അവർക്ക് പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ധനികരായ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഒരിക്കലും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ ജോലിക്കാരൻ ഉണ്ടാവണം നിർബന്ധമില്ല. ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒരിക്കലും ഒരു വലിയ രീതിയിലുള്ള ധനികനായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല, നമ്മൾ കേട്ടിട്ടും ഉണ്ടാവില്ല. മാന്യമായി വരുമാനം കിട്ടുന്ന ആൾക്കാർ. ഇനി ബിസിനസ്സുകാർ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അതായത് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ പറഞ്ഞ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവർക്ക് ബിസിനസ് ചെയ്യാൻ ഒരുപാട് റിസ്ക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഏറ്റെടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ലോകത്തിലുള്ള സമ്പാദ്യങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ളതും. ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് ചിലപ്പോൾ നേരിട്ടൊരു ബിസിനസ് ചെയ്യാൻ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് റിട്ടേൺസ് കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് താനും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന ഫുൾ അറിവുമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഇതേ ലാഭം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് നല്ല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇന്ത്യൻ മാർക്കറ്റ് പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഫണ്ടുകൾക്ക് ലാഭം കൂടിക്കൂടി വരും. അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ലാഭം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ, അതിലൂടെയുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് എടുക്കാം. മാർക്കറ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവേണ്ട, കാരണം നിങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് പെർഫോം ചെയ്യുന്നത് നല്ല ധാരണയുള്ള ആൾക്കാരാണ്. ഇനി അടുത്തൊരു കാര്യമാണ്, പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, പല ആൾക്കാരും പറയും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ചിട്ടിക്ക് ചേരാൻ പോലും നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ചിട്ടി വിളിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ചെക്കുകളോ അല്ലെങ്കിൽ നമ്മൾ നിലവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ബ്രേക്ക് ചെയ്താൽ അതിനുവേണ്ടി ബോണ്ടുകളടക്കം നമ്മൾ മുദ്രപത്രമടക്കം കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒരു ഫോട്ടോയുമുള്ള ഏത് മനുഷ്യനും ഇൻവെസ്റ്റ് ചെയ്യാം. ഏറ്റവും ലഘൂകരിച്ച ഫോർമാലിറ്റിയുള്ള ഒരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും.
ഇനി വിഡ്രോ ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിളാണ്. നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ബാങ്കിലൊക്കെ നമ്മളൊരു FD ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പിൻവലിക്കാൻ നമ്മൾ ബാങ്കിൽ പോകണം, നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിലിരുന്നൊരു ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ പോലും നെക്സ്റ്റ് 48 മണിക്കൂർ 2 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കും. നിങ്ങൾ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലോ ഒന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, സ്വന്തം മൊബൈൽ ഫോണിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഫോർമാലിറ്റീസാണ് ഈ പറയുന്ന കാര്യത്തിലുള്ളത്. ഇനി അവസാനത്തെ ഒരു കാര്യം പറഞ്ഞാൽ, പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടിൽ വലിയ ട്രസ്റ്റ് ഇല്ല, വിശ്വാസമില്ല എന്ന് പറയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് ബോഡി ആയിട്ടും കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ മ്യൂച്വൽ ഫണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതും സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയും കൂടിയിട്ടാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 2 പേരുടെയും അപ്രൂവലോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് നാട്ടിൽ കാണുന്ന ഏകദേശം എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ ഗ്യാരണ്ടിയുള്ള സാധനമാണ്. നിങ്ങളിൽ നാട്ടിൽ കാണുന്ന ഏത് പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും അതിനേക്കാൾ ഉറപ്പായി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പ്രൈവറ്റ് അല്ലെങ്കിൽ നമുക്ക് കോർപ്പറേറ്റീവ് പോലെയുള്ള പല കാര്യങ്ങളിലും ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അതിനേക്കാളും ഉറപ്പിച്ച് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു വെഹിക്കിളാണ് ആക്ച്വലി ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സെബി ആൻഡ് RBI എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവിൻ്റെയും ആവശ്യം അവിടെ ഇല്ല. ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾ, നല്ല രീതിയിൽ റിട്ടേൺസ് തരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ് ആക്ച്വലി ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സോ കീപ് ഇൻവെസ്റ്റിംഗ്.